ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചിയാ സീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ഫേസ് പാക്ക് മാത്രമല്ല, ചിയാ സീഡ് വെച്ചിട്ട് തന്നെ പാക്കും സ്ക്രബും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിയാ സീഡ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയിൽ അരച്ച് അരിച്ചതിൻ്റെ ജ്യൂസ് എടുക്കണം. ജ്യൂസ് നമ്മൾ ഫേസ് പാക്കായിട്ടും ബാക്കി വരുന്ന ഭാഗം നമ്മളതിൻ്റെ സ്ക്രബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴുത്തിലെ കറുപ്പ് നിറം മാറാനും സൺ ടാൻ മാറാനും ഒക്കെ പറ്റിയൊരു അടിപൊളി പാക്ക് തന്നെയാണ്. ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൽ എന്താ ചേർക്കുന്നത് അറിയോ? നമ്മുടെ മുൾട്ടാണി മിട്ടി ഉണ്ടല്ലോ, അതിൻ്റെ പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമുക്കൊരു സ്പൂണ് 2 സ്പൂണ് ചേർക്കുക. ഇപ്പോൾ ഇവിടെ ഈ ജ്യൂസ് കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ അത് മിക്സ് ആവേണ്ട രീതിയിലുള്ള പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ചേർക്കുന്നത് നാച്ചുറൽ ഫ്ലവർ ഹണിയാട്ടോ. ഒരു സ്പൂൺ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക്. ഇപ്പോൾ ഞാൻ കുറച്ച് ഏറെ എടുത്തേക്കുന്നത് കൊണ്ട് ഞാൻ ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നാച്ചുറൽ ഹണി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാച്ചുറൽ ഹണി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 സ്പൂൺ ഉണ്ട്, ഇനി 1 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ലൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മുഖത്തും കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. നല്ല ഗ്ലോ കിട്ടും നമുക്ക്. അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ലൈറ്റൻ ചെയ്യാനും നമ്മുടെ സൺ ടാന് നന്നായിട്ട് മാറും. ഞാൻ ഇട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഇത് തന്നെ ധാരാളമായിട്ടോ. കാരണം മുൾട്ടാണി മിട്ടിയും നമ്മുടെ തേനും ചിയാ സീഡിൻ്റെ പൾപ്പും ഒക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്തിന് ഞാൻ അരിപ്പൊടിയും വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ 3 ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്തിച്ചുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേരയുടെ ജെല്ലോ അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്ര മതി. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ് നോക്കാം. അപ്പം ഒറ്റ സാധനം കൊണ്ട് തന്നെ നമുക്ക് 2 കാര്യങ്ങളാണ് കിട്ടുന്നത്. ചിയാ സീഡ് അരച്ച് അതിൻ്റെ പൾപ്പ് വെച്ച് നമുക്കൊരു ഫേസ് പാക്കും ഉണ്ടാക്കാം. അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് വെച്ചിട്ട് നമുക്കിത് കളയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നല്ലൊരു സ്ക്രബായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തത്. അപ്പം ഇതിലിനി എന്താ ചേർക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇതിൽ നമുക്കൊരു 3-4 ഡ്രോപ്പ് മതി കേട്ടോ നാരങ്ങയുടെ നീര്. നമുക്ക് മെയിനായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ചേർക്കേണ്ടുന്നത്. അപ്പോൾ കഴുത്തിലെ കറുപ്പ് നിറം മാറാൻ അടിപൊളി ഒരു സ്ക്രബായത്. അപ്പോൾ ഒരു പാക്കും നമ്മൾ ഈ സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫേസ് പാക്കും കൂടെ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 ഡ്രോപ്പ് മതി നമുക്ക് എടുക്കാനൊരു 4-5 ഡ്രോപ്പ്. ഇത് പാക്കിന് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഒരു 2-3 ഡ്രോപ്പ് എക്സ്ട്രാ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഈ നാരങ്ങയുടെ ഈ ഭാഗം കളയണ്ട. നമുക്ക് കഴുത്തിൽ സ്ക്രബ് ചെയ്യാനായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാം നമുക്ക്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ പിഴുപുളി ഇല്ലേ, നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിഴുപുളി. അപ്പോൾ ഈ പിഴുപുളിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ, ഈ വെള്ളം വേണ്ട, ജസ്റ്റ് അതിൻ്റെ പൾപ്പ് മാത്രം മതി, അതും കൂടെ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് പഴുപ്പാക്കി എടുക്കട്ടെ കേട്ടോ. ഇത് ഞാൻ പഴുപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, നമുക്ക് കളയാം. ഇതാ കണ്ടോ, പുളിയുടെ പഴുപ്പ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ട് അത് ഇനി ഇതിനകത്തിലിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഇട്ട് കാണിച്ചു തരാം. പാലെടുത്തിട്ടുണ്ട്. പാല് വെച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അത് വെച്ച് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫേസിലായാലും നമ്മൾ കഴുത്തിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും പാല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. റോസ് വാട്ടർ എടുത്താലും മതി, നിങ്ങളുടെ കയ്യിൽ എന്താണോ അത് വെച്ചിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കഴുത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ പാല് നന്നായിട്ട് നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ക്ലെൻസ് ആവുന്ന വരെ. നമ്മളത് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യും. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് നല്ലതായിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് സ്കിന്നിന് തന്നെ. പാല ഒന്നും കൂടെ ബെസ്റ്റ് ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് അന്നേരം കയ്യിലില്ലെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാമേ. നമ്മുടെ സ്ക്രബ് കുറച്ചെടുക്കുക. നമ്മൾ ചിയാ സീഡിൻ്റെ സ്ക്രബ് നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചിയാ സീഡ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് പകരം കുറച്ച് റവയോ അരിപ്പൊടിയോ മിക്സ് ചെയ്താൽ മതി. നമുക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ എന്തെങ്കിലും വേണമെന്നേ ഉള്ളൂ, കുറച്ച് തരിതരിയായിട്ടുള്ളത്. കുറച്ച് റവയോ അരിപ്പൊടിയോ ആയാലും നല്ലതാണ്. ഇപ്പം ഞാൻ ചിയാ സീഡ് ജ്യൂസായിട്ട് എടുക്കാൻ ഫേസ് പാക്ക് ഇടാൻ എടുത്തത് കൊണ്ടാണ് ഞാൻ സ്ക്രബിന് ചിയാ സീഡ് അത് വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്ത് യൂസ് ചെയ്തത്. ഇപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ ആയാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരുവിധം ഒന്ന് പിടിച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങയുടെ തൊണ്ട് മുമ്പേ മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ ഇത് വെച്ച് വേണം ഇനി സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. തല കുനിച്ച് ഇതൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം, വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ സ്ക്രബ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടിഷ്യൂ വെച്ച് തുടച്ച് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഇത് നിങ്ങൾ ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നിറം മാറും എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ ഒരു സൺ ടാൻ മാറി സ്കിന്നിനൊരു വ്യത്യാസം എന്തായാലും നമുക്കറിയാൻ പറ്റും. കുറച്ച് തവണ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും, ഒരു സംശയവും ഇല്ല. വേണ്ട, നമ്മൾ ഫസ്റ്റ് കണ്ടതിനെക്കാട്ടിലും ഒരു വ്യത്യാസമുണ്ട്. ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു ചേഞ്ച് മനസ്സിലാവും. നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലാക്ക് കളർ നല്ലതായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം ഒരു വ്യത്യാസം തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിൽ കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഫേസ് പാക്കും കൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രഷ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. പക്ഷെ എനിക്ക് ഇതാണ് സൗകര്യം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഇട്ടിട്ട് ഇനി കാണാമേ. പാക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ കഴുത്തിന് പായ്ക്ക് ഇട്ടതിന് ശേഷം ക്ലെൻസറും സ്ക്രബും പായ്ക്കും ഇട്ടതിന് ശേഷമുള്ള റിസൾട്ട്. അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റേ ഇവിടെ ഇങ്ങനെയൊക്കെ നല്ല ബ്ലാക്ക് കളറായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ആദ്യത്തെ ഒരു പാർട്ടും ഇപ്പോഴത്തെ ഒരു പാർട്ടും കൂടെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ടുകൾ നിങ്ങളുടെ റിവ്യൂ അറിയിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.